കോഴിക്കോട് ബേപ്പൂർ തുറമുഖം പോർട്ട് സിറ്റിയാക്കാൻ മന്ത്രിസഭാ തീരുമാനം. വിഴിഞ്ഞം സിയാൽ മാതൃകയിൽ 100 കോടിയുടെ വികസനമാണ് നടക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി ബേപ്പൂർ മാറും. ഫസ്റ്റ് ഓൺ 24. ദീപക്, അങ്ങനെ കോഴിക്കോടിന്റെ മുഖം മാറാൻ പോകുന്നു, ബേപ്പൂർ തുറമുഖത്തിന്റെ മുഖം മാറാൻ പോകുന്നു അല്ലേ? ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ബേപ്പൂർ തുറമുഖം PPP മാതൃകയിൽ വൻ വികസനത്തിനുള്ള അംഗീകാരം മന്ത്രിസഭാ യോഗം നൽകി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അത് തുറമുഖ മന്ത്രിയാണ് മുൻപോട്ട് വെച്ചത്. ബേപ്പൂരിലെ MLA കൂടിയായ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇതിന് മുൻകൈ എടുത്തതെങ്കിലും തുറമുഖ വകുപ്പാണ് ഈ ഫയൽ പുട്ടപ്പിയത്. മെറിറ്റൈൻ ബോർഡാണ് ഇത് ചെയ്യുന്നത്. സിയാലിന്റെ മാതൃകയിൽ വിഴിഞ്ഞം പോർട്ടിന് ഒരു ഔട്ടർ സിറ്റി എന്നുള്ള നിലയിൽ ഒരു തുറമുഖ സിറ്റിയായി മാറുകയും ഒരു സാറ്റലൈറ്റ് പോർട്ടായി വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു സാറ്റലൈറ്റ് പോർട്ടായി ബേപ്പൂർ മാറുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പദ്ധതി. ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ 100 കോടി 2000-ലേറെ കോടിയുടെ വികസനമാണ് ബേപ്പൂരിലേക്ക് വരാൻ പോകുന്നത്. അതിലേറ്റവും നിർണായകമായ കാര്യം തദ്ദേശവാസികൾക്ക് കൂടി പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള ആലോചനാ യോഗത്തിന് ശേഷമായിരിക്കും ഈ പദ്ധതി മെറിറ്റൈൻ ബോർഡ് രൂപീകരിച്ച പദ്ധതിയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുക. അധികം വൈകാതെ തന്നെ ടെൻഡർ നടപടിയിലേക്ക് കടക്കും. അതിവേഗത്തിലായിരിക്കും ഈ പദ്ധതി. ആ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് അതിനുശേഷം മുഖ്യമന്ത്രിക്കും തുറമുഖ മന്ത്രിക്കും നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം കുറിപ്പ് അയച്ചിട്ടുമുണ്ട്.